ഹായ് യൂട്യൂബേഴ്സ്. ഇന്ന് യൂട്യൂബേഴ്സിനായിട്ടുള്ള ഒരു വീഡിയോ. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞത് പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊരിക്കലും സബ്സ്ക്രൈബ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ചാനലിലും ഒരു വീഡിയോയ്ക്കും താഴെ കമൻറ്റിൽ പോയി ഇടരുത്. ഞാൻ വന്നു, എന്നെ സപ്പോർട്ട് ചെയ്യണേ, അങ്ങനെ ഇങ്ങനെ, അതായത് അത് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കമൻറ്റും ആവരുത് നമ്മളിടുന്നത്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു വീഡിയോകൾ പോയി കാണാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചെറിയ ചെറിയ പുതിയ നിങ്ങളെ പോലെയുള്ള ചാനലുകളുണ്ടാവും. ഞാൻ ഇത്ര വലിയ ചാനലൊന്നുമല്ല, ചെറിയ ചാനൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ചാനലുകളിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒരു നല്ല കമൻറ്റ്, നന്നായിട്ടുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാകും. കാരണം ചാനലില്ലാത്തവരുടെ ID എന്ന് പറഞ്ഞാൽ SBATA എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് DP കാണുന്നതിൻ്റെ പ്രൊഫൈൽ. അതായത് ചാനലുള്ളവരുടെ അല്ലാതെ കാണും. അപ്പോൾ അങ്ങനെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചാനലുള്ളവരാണെന്ന്. ഒരുവിധം സപ്പോർട്ട് ആഗ്രഹിക്കുന്നവർ അത് തിരിച്ചു വന്ന് നിങ്ങളുടെ വീഡിയോ കാണുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബ് പോളിസിക്ക് നിരക്കാത്തതാണ് അത്രേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടമാനം ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ യൂട്യൂബ് ഇല്ലാതാക്കും, ഡിലീറ്റ് ചെയ്ത് കളയും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു വിവരം കേട്ടതുകൊണ്ട് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കരുത്. ഞാൻ കുറച്ച് ദിവസം ഈ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു കടയിൽ കയറാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടേ നിർത്തി. ആ സമയത്ത് എനിക്ക് തോന്നി എന്നാൽ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമല്ലോ എന്ന് തോന്നി. അപ്പോൾ ഒരു നല്ല ടിപ്പല്ലേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വീണ്ടും പുതിയ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുക ആദ്യമായിട്ട് വരാം. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതെല്ലാം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.